ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എണീറ്റുണ്ട്. കാരണം ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ വഴിക്ക് അമ്മ പറഞ്ഞു കടയിൽ പൊക്കോളാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഓക്കെ, അങ്ങനെ രാവിലെ എണീറ്റ് കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്ന് നേരെ അമ്പലത്തേക്ക് പോയിട്ടോ. കാരണം എൻ്റെ ജന്മനക്ഷത്രം വന്നിട്ട് തിരുവാതിരയാണ്. അപ്പം അമ്മ പറഞ്ഞു ഒന്ന് കുളിച്ചിട്ടൊന്ന് അമ്പലത്തേക്ക് പോയിരുന്നു. ഓക്കെ, കുളിച്ചിട്ട് അമ്പലത്തിൽ പോകാം. അങ്ങനെ വീണ്ടും ഫ്രണ്ടിലുള്ള അമ്പലത്തിലേക്ക് വന്നു. കാവ് നാണ്ട് ഞങ്ങൾ ഈ അമ്പലത്തിനെ വിളിക്കാറ്. കാവിലേക്ക് വന്നു, തൊഴുതു, ചന്ദനക്കുറിയൊക്കെ ഇട്ടു. അങ്ങനെ പൂജ ഉണ്ടായിരുന്നു. പൂജ ഉള്ള കാര്യം നമ്മളിവിടെ കുറച്ചു നേരം നിന്നു കേട്ടോ. അങ്ങനെ പൂജയിലൊക്കെ പങ്കെടുത്തു. ഈ കാവിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു ആലുണ്ട് കേട്ടോ. ഈ ആലിൻ്റെ ഇലകൾ ഫുള്ള് ഈ ഒരു കാവിനെ കവർ ചെയ്തിരിക്കുക. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. ഈ ഒരു കാവിൻ്റെ ഭയങ്കര രസം അത് കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ ഇവിടെ നിന്ന് എടുക്കാറുണ്ട്. ഓണത്തിനും വിഷുവിനൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പൂജ സ്റ്റാർട്ട് ചെയ്തു. പൂജയിൽ കുറേ നേരം പങ്കെടുത്തു. അങ്ങനെ വീട്ടിലേക്ക് കുറച്ച് പ്രസാദമൊക്കെ കൊടുന്നു, അതൊക്കെ കഴിച്ചു. ഇനി രാത്രി കൂവപ്പായസം ഉണ്ടാക്കും. പിന്നെ കടന്നലിൻ്റെ കയ്യിൽ നിന്നൊരു കുത്ത് കിട്ടി. അപ്പോൾ ശുഭമായി. അപ്പോൾ അത്രയുള്ളൂ. ബൈ.